ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സുഹേൽ സാറാണ്. അപ്പോൾ നമ്മൾ 6th സെമ്മിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓൾറെഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ 4 പേപ്പേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തത്. അതായത് റിയൽ, കോംപ്ലക്സ്, കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ റിയലിൻ്റെയും കോംപ്ലക്സിനും ഡിഫറൻഷ്യൽ ഇക്വേഷനും 2 പാർട്ട് ലൈവുകളുണ്ട്. കാൽക്കുലസിൻ്റെത് നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഓൾറെഡി ആ ലൈവിനകത്ത് നമ്മൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും എക്സാം ലെവലിൽ നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത്. ഈ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം എന്ത് ചെയ്യാം, പാസ്സാകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടന്റുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ആ ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്യും, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, റിയലിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഏതൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവേണ്ടത് എന്ന ടോപ്പിക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ടോപ്പിക്കുകൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസും ഇതിൻ്റെ പ്രൂഫും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ എക്സാമിന് കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകണേ. ഓക്കെ, നോക്കിയിട്ട് പോകണം കേട്ടോ. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ തന്നെ കണ്ടിന്യൂറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞതിനെ ചോദിക്കാറുണ്ട്. അല്ലാതെ വേറെ രീതിയിൽ ചോദിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിൾ ചോദിക്കും. ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂറ്റി ആണെങ്കിലും യൂണിഫോം കണ്ടിന്യൂറ്റി ആണെങ്കിലും ഏത് ടോപ്പിക് ആണെങ്കിലും അതിൻ്റെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എക്സാമ്പിളോട് കൂടെയാണ് ഡെഫിനിഷൻ ചോദിക്കാറുള്ളത്. സോ പല പേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ആൻസർ ഷീറ്റിൽ വാല്യൂ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട് ഡെഫിനിഷൻ കൃത്യമായിട്ടുണ്ടാവും, പക്ഷേ എക്സാമ്പിൾ ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ കിട്ടുന്ന 1 മാർക്കാണ്. അതെന്ത് ചെയ്യേണ്ടത്, കളയാതെ നോക്കുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും അതിനൊരു എക്സാമ്പിളും പഠിച്ചിട്ട് പോവുക. അതുപോലെ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയുന്ന 3 തിയറംസ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നോക്കിക്കോ. ഫസ്റ്റ് 1 ബൗണ്ടഡ്നെസ് തിയറമാണ്, ദ മാക്സിമം ആൻഡ് മിനിമം തിയറം, അടുത്ത ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഓക്കെ, ഈ 3 തിയറത്തിൽ നിർബന്ധമായിട്ടും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നെങ്കിൽ 2 തിയറംസ് ചോദിക്കും, അല്ലെങ്കിൽ 3 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ട്. സോ ബൗണ്ടഡ്നെസ് തിയറവും ദ മാക്സിമം ആൻഡ് മിനിമം തിയറവും ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറവും നോക്കാതെ നിങ്ങൾ 6th സെമ്മിൻ്റെ റിയൽ എക്സാമിന് പോകരുത്. ഓക്കെ, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പഠിച്ചിട്ട് പോകണം. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല ആ ക്വസ്റ്റ്യനിൽ. അതായത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബൗണ്ടഡ്നെസ് തിയറം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം ആൻഡ് മിനിമം തിയറം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എന്നൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ചില വാല്യുവേഷൻ സമയത്തൊക്കെ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ പ്രൂഫ് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ടായിരിക്കും, തെറ്റുകൾ വന്ന പേപ്പറുകൾ കാണാറുണ്ട്. വെറുതെ കിട്ടുന്ന 5 മാർക്കാണ്. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പോയാൽ സിമ്പിളായിട്ട് 5 മാർക്കോ 10 മാർക്കോ കിട്ടാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു തിയറമാണ് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കുകയാണെങ്കിൽ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതി വെക്കണം 5 മാർക്കാണെങ്കിൽ. ഓക്കെ, ഇതുവരെ 10 മാർക്കിന് അല്ലെങ്കിൽ എസ്സേയിൽ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. സപ്പോസ് അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പ്രൂഫ് വളരെ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ എസ്സേ ആയിട്ടൊക്കെയാണ് ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിൻ്റെ പ്രൂഫും കൂടെ ആഡ് ചെയ്ത് വെക്കണം കേട്ടോ, മറക്കരുത്. ഓക്കെ, 10 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ. ദെൻ
അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ഓക്കെ, യൂണിഫോമിലി കണ്ടിന്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. അതുപോലെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ എക്സാമ്പിൾ നോക്കി വെക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് 1/x എന്ന് പറയുന്നത്. ഓക്കെ, 1/x എന്ന് പറയുന്ന എക്സാമ്പിൾ, അത് 1/x f(x) = 1/x എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ 2 മാർക്കിന് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ മൊഡ്യൂൾ 1 ഞാൻ ഒന്നും കൂടെ പറയുന്നു, മൊഡ്യൂൾ 1 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്, ആൻഡ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അതിന്റെ എക്സാമ്പിൾ ആണ്, ആൻഡ് ബൗണ്ടഡ്നെസ് തിയറം, മാക്സിമം ആൻഡ് മിനിമം തിയറം, ലൊക്കേഷൻ ഓഫ് റൂൾസ് തിയറം. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഇത് മൂന്നും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകണേ. ഓക്കെ, ഏതെങ്കിലും 2 എണ്ണം ഷുവർ ആയിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടാവും. ഓക്കെ, ദെൻ ബോൾസാൻ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ആൻഡ് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചിട്ട് പോയോ, ഷുവർ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും, ഈസി ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാം, അവിടെ നമ്മൾ പറയുന്നത് റൈമാൻ ഇൻ്റഗ്രലൊക്കെയാണ് അല്ലേ, റൈമാൻ ഇൻ്റഗ്രലിൻ്റെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ അവിടെ പറയുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രൽസ് തിയറം ആയിട്ടാണ് പറയുന്നത്. അതായത് f+g, f-g, fg, k(f). ഓക്കെ, അങ്ങനെ ഒരു 4 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. എസ് ആയിട്ട് വരെ എക്സാമിന് കാണാറുള്ള ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. നോക്കിയിട്ട് പോണേ, ആ തിയറം കൃത്യമായിട്ട് നോക്കിയിട്ട് പോണേ. നെക്സ്റ്റ് റൈമാൻ ഇൻ്റഗ്രലിൻ്റെ കേസിൽ ബൗണ്ടഡ്നെസ് തിയറം ഉണ്ട്, ഞാനത് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൈമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എഫ് ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നതിന് തിയറം, അതും റൈമാൻ ഇൻ്റഗ്രബിളിൻ്റെ ബൗണ്ടഡ്നെസ് തിയറമാണ്. കൂടുതൽ എക്സാമിനേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, സാറേ ഫസ്റ്റ് മൊഡ്യൂളിലും ബൗണ്ടഡ്നെസ് തിയറം ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂളിലും ബൗണ്ടഡ്നെസ് തിയറം ഉണ്ട്, അപ്പം നമുക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് എഴുതാണെന്നൊരു കൺഫ്യൂഷൻ വരും. മിക്കവാറും ഇത് ചോദിച്ചിടത്തൊക്കെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പേരല്ല ചോദിച്ചത്, പേര് മിക്കവാറും ചോദിച്ചത് ഫസ്റ്റ് മൊഡ്യൂളിലെ ബൗണ്ടഡ്നെസ് തിയറം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് കോഷി ക്രൈറ്റീരിയ ഫോർ റൈമാൻ ഇൻ്റഗ്രബിലിറ്റി. ഓക്കെ, കോഷി ക്രൈറ്റീരിയൻ, അതുപോലെ സ്ക്യൂസ് തിയറം, ആൻഡ് അടുത്തൊരു തിയറമാണ് എഫ് കണ്ടിന്യൂസ് ആകുമ്പോൾ എഫ് റൈമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറയുന്ന തിയറം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എഫ് കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് കണ്ടിന്യൂറ്റീസ് ഇംപ്ലൈസ് റൈമാൻ ഇൻ്റഗ്രബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് അഡിറ്റിവിറ്റി തിയറം. എസ് ആയിട്ടാണ് അഡിറ്റിവിറ്റി തിയറം പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങളിത് ഈ ടോപ്പിക്കുകളൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ടോ, എന്നാൽ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് വളരെ 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 ഈസി ആയിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് തന്നെ പാസ്സാവാൻ എളുപ്പമാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ പാസ്സാകാൻ പറ്റും. സോ നോക്കിയിട്ട് പോണേ. ഇത് നോക്കാതെ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ നോക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിനേഷനിൽ പോകരുതേ. ഓക്കെ, നമുക്ക് നേരെ തേർഡ് മൊഡ്യൂളിലേക്ക് പോവാം. തേർഡ് മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി അതിനകത്ത് കുറച്ചും കൂടിയൊക്കെ പ്രോബ്ലമാറ്റിക് സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് കൺവേർജൻസിൻ്റെ ടോപ്പിക്കുകളാണ്, സീരീസ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ് തേർഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട്, യൂണിഫോം കൺവേർജൻസ് ഉണ്ട്. ഈ പോയിന്റ് വൈസ് കൺവേർജൻസ് ആണെങ്കിൽ യൂണിഫോം കൺവേർജൻസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ഏതൊക്കെ ക്വസ്റ്റ്യനാണ് സാറേ ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മൾ ലൈവിൽ മുമ്പത്തെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ലൈവ് പോയി കാണാവുന്നതാണ്. അതായത് റിയൽ അനാലിസിസിൻ്റെ പാർട്ട് 2 ലൈവാണ് കേട്ടോ. ഓക്കെ, പാർട്ട് 1 ലൈവിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളുമാണ്. പാർട്ട് 2 ലൈവിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നാൽ അല്ലെങ്കിൽ ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ, ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അത് യൂണിഫോമിലി കൺവേർജസ് ആണോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജസ് ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻ അല്ല ഇമ്പോർട്ടൻ്റ് കേട്ടോ, അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, റിയൽ അനാലിസിസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് പോണേ മക്കളെ.
നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം എക്സാമ്പിൾസ് തന്നെയാണ് പല എക്സാമ്പിളുകളിലും ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ പുതിയ എക്സസൈസിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ ഫങ്ഷൻസ് ഒന്നും കൂടുതലും കണ്ടിട്ടില്ല. കൂടുതലും ഉള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത എക്സാമ്പിളുകളാണ് പല യൂണിവേഴ്സിറ്റി എക്സാമുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ് എന്ന് പറയുന്നത്. യൂണിഫോം കൺവേർജൻസിന്റെ കോഷി ക്രൈറ്റീരിയൻസ് ആ തിയറം ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ചോദിച്ച സമയത്തൊക്കെ ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടെസ്റ്റ് ഓഫ് യൂണിഫോം കൺവേർജൻസ് വേർസ്ട്രാസ് ടെസ്റ്റ്. ഇതിനൊരു ഡെഫിനേഷൻ എന്നല്ല ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പൊ തേർഡ് മൊഡ്യൂളിൽ നിന്ന് കൂടുതലും നമുക്ക് കൺവേർജൻസിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ 6th സെമ്മിന്റെ റിയലിന്റെ എക്സാമിന് പോവാം. ഓക്കെ, നമ്മളെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് തന്നെ പോവുക. റിപ്പീറ്റേഷൻ കാണാറുണ്ട് ക്വസ്റ്റ്യൻസിന് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ ആ ക്വസ്റ്റ്യൻ തന്നെ വരും. വളരെ ഈസി ആയിട്ട് തേർഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ദെൻ ഫൈനലായിട്ട് ലാസ്റ്റ് മൊഡ്യൂൾ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ് നമ്മളെ ടോപ്പിക് അല്ലേ. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കോഷി പ്രിൻസിപ്പൽ കാണാനുള്ള ക്വസ്റ്റ്യന്, അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കാൽക്കുലേഷൻസ്. ഓക്കെ, പല രൂപത്തിൽ നമുക്ക് പല ഫങ്ഷൻസിൻ്റെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ. അതേ ക്വസ്റ്റ്യൻസ് എഴുതി പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോണേ മക്കളെ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്കിനും ചോദിക്കാറുണ്ട്, 5 മാർക്കിനും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിലുണ്ട്, പോയി നോക്കണം കേട്ടോ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് എക്സാമിന് പോകരുതേ. ഈ വീഡിയോ കണ്ട് നമ്മുടെ ലൈവ് സെക്ഷനും കൂടെ കണ്ടതിന് ശേഷം എഴുതി പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് പോവുക. നെക്സ്റ്റ് ഗാമ ആൻഡ് ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതിൽ ഗാമ ആൻഡ് ബീറ്റ ഫംഗ്ഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും കോഷി പ്രിൻസിപ്പളും കാൽക്കുലേഷൻ ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നോക്കി പോയാൽ തന്നെ മാക്സിമം മാർക്കുകൾ കിട്ടും. ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷനിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് റിയൽ അനാലിസിസിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മൊഡ്യൂളുകളിൽ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്കുകൾ. സോ ഈ വീഡിയോ വളരെ വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരോടും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കണ്ടിട്ട് നന്നായിട്ട് 6th സെമ്മിൻ്റെ റിയലിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. സോ ബൈ.